തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭരണപക്ഷത്തിനെതിരെ കോൺഗ്രസ് മെമ്പർമാരുടെ ശക്തമായ പ്രതിഷേധം. പ്രതിപക്ഷ വാർഡുകളിലെ വികസന മുരടിപ്പും താൽക്കാലിക ജീവനക്കാരുടെ നിയമനവും ഉന്നയിച്ച് മെമ്പർമാർ യോഗ ഹാളിൽ നിലത്തിരുന്ന് പ്രതിഷേധിച്ചു. ജനകീയ പ്രശ്നങ്ങളിൽ നൽകുന്ന പരാതികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഭരണപക്ഷത്തിനെതിരെ രൂക്ഷമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ. പ്രതിപക്ഷ മെമ്പർമാരുടെ ആവശ്യങ്ങൾ അവഗണിക്കുന്നുവെന്നും ജോലി ചെയ്യാത്ത താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. യോഗ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ മെമ്പർമാർ ഹാളിനുള്ളിൽ നിലത്തിരുന്ന മുദ്രാവാക്യം വിളിച്ചു. പഞ്ചായത്ത് മെമ്പർമാരും പൊതുജനങ്ങളും നൽകുന്ന പരാതികളും കത്തുകളും കമ്മിറ്റി അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എട്ടാം വാർഡ് മെമ്പർ സജിത സുനീഷ് നൽകിയ മനക്കൽപ്പടി SC കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയർ ചെയ്യണമെന്ന പരാതിയും 16-ാം വാർഡ് മെമ്പർ ജോർജ് നൽകിയ മങ്ങാട്ടുകാവ് ക്ഷേത്ര പരിസരത്തെ മിനി മാസ്റ്റ് ലൈറ്റ് പ്രവർത്തിക്കണമെന്ന ആവശ്യവും ഭരണസമിതി അവഗണിക്കുകയാണെന്ന് മെമ്പർമാർ പറഞ്ഞു. അനാവശ്യമായി താൽക്കാലിക ജീവനക്കാരെ തിരികെ കയറ്റിയിരിക്കുകയാണെന്നും ജോലി ചെയ്യാത്തവരെ ഉടൻ പിരിച്ചുവിടണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നും പരാതികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് NK കബീർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് മെമ്പർമാർ കൊടുക്കുന്ന പരാതികളോ കത്തുകളോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് ചർച്ച ചെയ്യുന്നതിനോ അതിന് പരിഹാരം കാണുന്നതിനോ പഞ്ചായത്ത് ഭരണസമിതിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ തയ്യാറാവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മെമ്പർമാർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ അടിയന്തരമായി പ്രാധാന്യം കാണേണ്ട കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി 8-ാം വാർഡ് മെമ്പർ സജിത സുനീഷ് അവിടുത്തെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മനക്കൽപ്പടി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മോട്ടോർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം 8-ാം തീയതി കൊടുത്തൊരു പരാതി, ആ പരാതി ഇതുവരെയും അജണ്ടയിൽ ഉൾപ്പെടുത്താൻ ഭരണസമിതി തയ്യാറായിട്ടില്ല. പല കമ്മിറ്റികളിലും ഞങ്ങൾ ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ വയ്ക്കാത്തതിൻ്റെ കുറ്റമാണ് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ട വെളിച്ചം 16-ാം വാർഡ് മെമ്പർ റിജി ജോർജ് ഒരു മിനിമാഷുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടും അതിന് ഒരു പരിഹാരം കാണുന്നതിനോ അല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യുന്നതിനോ പോലെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല. മാത്രമല്ല എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് താൽക്കാലിക ജീവനക്കാർ, കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പഞ്ചായത്തിനകത്ത് നികുതി അടക്കാൻ വേണ്ടി വന്ന ഒരു സാധാരണ ആൾക്ക് നികുതി അടച്ചു കൊടുക്കുന്നതിന് പോലും കഴിയാത്ത ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കഴിവുകെട്ട താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്നും പഞ്ചായത്തിലെ മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പഞ്ചായത്ത് മെമ്പർമാർ നൽകുന്ന പരാതികളും കത്തുകളും പഞ്ചായത്തിൻ്റെ അജണ്ടയിൽ ഉടൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു തുടക്കം മാത്രമാണ്, സൂചന മാത്രമാണ്. ഈ സമരത്തിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത്. പ്രതിഷേധത്തിന് മെമ്പർമാരായ ആനി ടീച്ചർ, മീന ശലമോൻ, സജിത സുനീഷ്, റിജി ജോർജ്, ഷാജി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി.